ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നാളായി അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ്. സാധാരണ ഞാൻ കൊണ്ടുവരാറുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ തവണയും ഉള്ളത്. പിങ്ക് വാലന്റൈൻ, റെഡ് വാലന്റൈൻ. പിങ്ക് വാലന്റൈൻ്റെ ആവശ്യക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. അത് കിട്ടാനില്ലായിരുന്നു എനിക്ക്. പിന്നെ പിങ്ക് ഡാൽമേഷന് ഇതെല്ലാമായിരുന്നു. റൂബി ബാട്ടിക്കും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കണമെന്നില്ല. പ്ലാന്റ്സ് കൊറിയർ ചെയ്യുന്നത് DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, പേയ്മെൻറ്റ് ചെയ്യുന്നത് ഗൂഗിൾ പേ വഴിയായിരിക്കും. വീഡിയോ കാണുന്നവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അഗ്ലോണിമ പ്ലാന്റ്സിന് അധികം വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. രാവിലെ ഉള്ള കുറച്ച് വെയിലിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റൂബി ബാട്ടിക്കാണ്. നാരോ ലീഫാണ്. വളരെ ബുഷിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്. അധികം ഹൈറ്റ് വെക്കത്തില്ല. നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് വന്നിരിക്കുന്നത്. 140 രൂപയാണ്. ഇത് റെഡ് വാലന്റൈൻ എന്ന് പറയുന്നതാണ്. മെച്ചറായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല വലിയ ലീവ്സൊക്കെയാണ്. ഇത് സ്വല്പം ഹൈറ്റൊക്കെ വെക്കുന്ന നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ആ റെഡ് കളറ് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു സൈസിലെ പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഒരു 4-5 ലീവ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന സൈസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് 140 രൂപയാണ്. അടുത്ത പിങ്ക് വാലന്റൈൻ ആണ്. പിങ്ക് വാലന്റൈൻ്റെ ലീഫ് റെഡ് വാലന്റൈനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. ഇപ്പോൾ റെഡ് വാലന്റൈന് കാണിച്ചതുപോലെ തന്നെ അത്രയും ഹൈറ്റും സൈസും ഉള്ളൊരു പ്ലാന്റാണ്. 140 രൂപയാണ് ഇതിൻ്റെ. ഇതും സ്വല്പം കൂടെയൊക്കെ ഹൈറ്റ് വെക്കുന്നതാണ്. ഈ ഒരു സൈസിലെ പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ പേര് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഞാൻ റേറ്റും കാര്യങ്ങളും ഒക്കെ മെസ്സേജ് ചെയ്ത് തരാം. നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ചകിരിച്ചോറ് ഉപയോഗിക്കാറില്ല, മണ്ണാണ് ഉപയോഗിക്കുന്നത്. ഇത് 130 രൂപയാണ്. ഇതധികം പീസില്ല, ഒരു 3-4-5 പീസേ ഉള്ളൂ. ഇത് പിങ്ക് ഡാൽമേഷനാണ്. ഇതിന് 170 രൂപയാണ്. 170 രൂപ. ഈ ഒരു സൈസ് പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്. ഇപ്പോഴും ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാന്റ്സൊക്കെ അതേ സൈസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് ബോക്സറാണ്. 150 രൂപയാണ് ബോക്സറിന്. നല്ല പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാത്തൊരു നല്ല പ്ലാന്റാണ്. പെട്ടെന്ന് ബുഷിയായിട്ട് വരികയും ചെയ്യും. ഇതിൻ്റെ സോയിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എംസാൻഡാണ്. പുഴമണൽ കിട്ടുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാം. നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിക്കാറേ ഇല്ല. ചകിരിച്ചോറ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും, വേരുചീയലൊക്കെ ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സാഫ് ഇതിന് കൊടുക്കണം നമ്മൾ. പിന്നെ ഇടവിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ്, എലപ്പേനെന്ന് പറയുന്ന കീടത്തിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ട്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡൊക്കെ തളിച്ച് കൊടുക്കേണ്ടതാണ്. ഈ പോട്ടിംഗ് മിക്സ് കറക്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പോട്ടിംഗ് മിക്സ് ആണ് ഇപ്പം പറഞ്ഞത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി. എംസാൻഡ്, മണ്ണ് കിട്ടാത്തവർക്ക് എംസാൻഡാണ് ഉപയോഗിക്കാവുന്നത്. കാരണം പെട്ടെന്ന് വെള്ളം, നീർവാർച്ചയുള്ള മണ്ണ് വേണം അഗ്ലോണിമ പ്ലാന്റ്സിന്. അധികം വെയിലൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് അഗ്ലോണിമ പ്ലാന്റ്. രാവിലത്തെ ഒരു ഇളം വെയിൽ മാത്രം കിട്ടിയാൽ മതി. ഇത് ഇൻഡോറായിട്ടൊക്കെ വെക്കുന്ന പ്ലാന്റ് ആണല്ലോ, സിറ്റ് ഔട്ടിലും ഒക്കെ വെക്കുന്ന പ്ലാന്റ്സാണ്. അതുകൊണ്ട് കൂടുതൽ വെയിലടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യമേ അതിൻ്റെ ഇലയൊക്കെ ഒരു നിറവ്യത്യാസം വരും, പിന്നെ ആ ഇലയങ്ങ് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ തീവ്രമായിട്ടുള്ള വെയിലിലോട്ട് ഈ ചെടി വെക്കാതിരിക്കുകയാണ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.